ഇന്നലെ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച കേസിൽ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ NIA പ്രതികളുടെ മൊഴിയെടുത്തിരിക്കുന്നു. അട്ടിമറി ശ്രമമാണ് പ്രതികൾ നടത്തിയതെന്ന് നേരത്തെ തന്നെ ആരോപണം ഉയർന്നിരുന്നു. റെയിൽവേ മധുര RPF വിഭാഗവും പ്രതികളെ ചോദ്യം ചെയ്തു. പ്രതികളായ അരുണിനെയും രാജേഷിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. നന്ദുഷ തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. നന്ദുഷ, എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു കൃത്യത്തിന് മുതിർന്നത് എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇനി ഇവരുടെ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടിക്രമങ്ങളാണ് ഉണ്ടാവുക? ജെസ്സി, ഇന്നലെ രാവിലെ കൊല്ലത്ത് നിന്ന് പുറത്തു വന്ന വാർത്ത അക്ഷരാർത്ഥത്തിൽ നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നതായിരുന്നു. കാരണം ഈ ദേശസുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ ട്രെയിന് നേരെയുള്ള ആക്രമണങ്ങളൊന്നും പൊതുവെ ഇല്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽ കൊല്ലം പോലൊരു ജില്ലയിൽ വളരെയധികം ജനസാന്ദ്രതയുള്ള നെടുമ്പായിക്കുളം ആറുമുറിക്കട എന്ന മേഖലയിൽ റെയിൽവേ പാളത്തിൽ ട്രെയിൻ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്ന വാർത്ത തന്നെ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നതായിരുന്നു, ആശങ്കപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ ആദ്യം ഒരു തവണ പോസ്റ്റ് കൊണ്ടുവച്ചു. ഇന്നലെ പുലർച്ചെ 1:30 ആ പോസ്റ്റ് അവിടെ ഒരു സമീപവാസി കണ്ടതോടെ പോലീസും RPFും ചേർന്ന് ആ പോസ്റ്റ് അവിടെ നിന്ന് എടുത്തു മാറ്റി. വീണ്ടും 3:30 ആ പോസ്റ്റിൻ്റെ ഒരു ഭാഗം വീണ്ടും റെയിൽവേ പാളത്തിൽ കൊണ്ടുവെക്കുകയായിരുന്നു. പാലരി എക്സ്പ്രസ് കടന്നു പോകുന്നതിന് തൊട്ട് മുന്നായിരുന്നു ഇത്തരത്തിലൊരു രണ്ടാമതും പോസ്റ്റ് റെയിൽവേ പാളത്തിൽ കാണപ്പെട്ടത്. പോലീസും അതോടൊപ്പം തന്നെ വിവിധ അന്വേഷണ ഏജൻസികളും കൃത്യമായ അന്വേഷണം നടത്തി വൈകുന്നേരത്തിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാനായി എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ആ കേസിലെ 2 പ്രതികൾ, അതായത് കുണ്ട്ര സ്വദേശിയായ അരുൺ, പെരുമ്പുഴ സ്വദേശിയായ രാജേഷ് എന്നിവരെയാണ് ഇപ്പോൾ NIA ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. NIA ഒരു വിഷയത്തിൽ ഇത്രയധികം ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളത് തെളിവാണ് ഈ 2 പ്രതികളെയും NIA ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, നൂറുകണക്കിന് ആളുകൾ യാത്ര ചെയ്യുന്ന പാലരി എക്സ്പ്രസിനെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമമാണോ ഇത് എന്ന സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ NIA ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. മാത്രമല്ല, പ്രതികളുടെ മുൻപേ ഉള്ള ക്രിമിനൽ പശ്ചാത്തലം കൂടി പരിഗണിച്ചാണ് കേന്ദ്ര ഏജൻസികൾ ഇപ്പോൾ ഈ വിഷയത്തെ ഗൗരവമായി എടുത്തിരിക്കുന്നത്. മധുര ഡിവിഷനിലെ RPFും അവരുടെ പ്രത്യേക സ്ക്വാഡും ഈ പ്രതികളെ ചോദ്യം ചെയ്യും. അതേസമയം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യാനാണ് കേരള പോലീസിൻ്റെ നീക്കം.